ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവൻ്റെയും കമലയുടെയും ഒക്കെ വാക്ക് കേട്ട് നമ്മുടെ വൈജ ആകെ തകർന്നു പോവുകയാണ്. വൈജയ്ക്ക് ശരിക്കും ബോധ്യമാവുന്നുണ്ട്, ഒരു പക്ഷേ ബാലചന്ദ്രൻ്റെ മകൾ തന്നെയായിരിക്കാം. ബാലചന്ദ്രന് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്നുള്ള കാര്യം തനിക്കറിയില്ല. എന്നാലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തന്നെ ഇതുവരെ ചതിച്ചുകൊണ്ടാണ് ഇരുന്നതെന്നും കൂടെ അറിയുമ്പോൾ വൈജ തകർന്നു പോവാട്ടോ. അതും കേട്ട് നേരെ അമ്മയുടെ റൂമിലേക്ക് വരുമ്പോൾ അമ്മയും ഇത് തന്നെയാണ് പറയുന്നത്. മോളെ, എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം അവൾ വന്ന് കയറിയ സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ ഇതിലെന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന്. അന്ന് നിങ്ങളാരും അത് വിശ്വസിച്ചില്ലല്ലോ. എന്നെ കുറ്റപ്പെടുത്തി, എന്നിട്ട് അവളെ സൈഡിൽ നിന്ന് സംസാരിച്ചു. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? എന്നാലും ഇത്രയും കാലം ബാലചന്ദ്രൻ ചതിച്ചല്ലോ നമ്മളെ. അവൻ ഇങ്ങനെ ഒരുത്തനാണെന്ന് അറിഞ്ഞില്ലല്ലോ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും സങ്കടപ്പെടുവാണ്. പക്ഷേ നമ്മുടെ വൈജ പറയുന്നുണ്ട്, ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കാനാണ് എന്ന് അമ്മ ചോദിക്കുമ്പോൾ പറയാം, എങ്ങനെ ജീവിക്കണമെന്നുള്ള കാര്യം ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ ബാലചന്ദ്രൻ്റെ കൂടെയാണോ ജീവിക്കേണ്ടത്, അതോ ബാലചന്ദ്രൻ എൻ്റെ കൂടെയാണോ ജീവിക്കേണ്ടത്, ഞാൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. വീട്ടിലേക്ക് ചെല്ലട്ടെ. അങ്ങനെ പോവാൻ ഇറങ്ങുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, നീ കടുങ്കയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുത്. ബുദ്ധി മോശമായിട്ട് ഒന്നും ചെയ്യരുത്. കാരണം മക്കളെക്കുറിച്ച് നീ ആലോചിക്കണം. മക്കൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞാണ് വൈജി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. വൈജി നേരെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ വല്ലാത്ത മുഖമൊന്നും അത്ര ശരിയല്ല എന്നുള്ള ഭവിതയ്ക്ക് മനസ്സിലാവുകയാണ്. ഭവിത ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ കാര്യം? അമ്മയുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. അച്ഛൻ എന്തേലും ചോദിക്കുക. അച്ഛൻ പുറത്തോട്ട് പോയി. അവളുണ്ടോ ഇവിടെ? അലീന അവളിവിടെ ഉണ്ട്. അങ്ങനെ നേരെ അവളെ കാണാനായിട്ട് അകത്തേക്ക് കയറി ചെല്ലാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എടി നിൻ്റെ അച്ഛൻ ശരിക്കും ആരാ? നിനക്ക് അച്ഛനില്ല അമ്മയില്ല എന്നൊക്കെ പറഞ്ഞില്ലേ നീ ഇവിടെ വന്നത്? അനാഥയാണെന്നൊക്കെ അല്ലേ നീ പറഞ്ഞത്? അതെ, എനിക്ക് അങ്ങനെയുള്ള ആരെയും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം നിനക്കറിയോ ആരാന്ന്? അത് എന്ന് പറയുമ്പോൾ, ബാലചന്ദ്രൻ നിൻ്റെ അച്ഛനാണെന്ന് നിനക്ക് അറിയില്ലായിരുന്നോടി? അറിയില്ലായിരുന്നോ? ആര് പറഞ്ഞു അറിയില്ലായിരുന്നു? എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ഡി നീ ഇവിടെ വന്നത്? പിന്നെ ഇവിടെ വന്ന് എല്ലാ സ്വത്തും തട്ടിയെടുക്കാം, എൻ്റെ മക്കളെ എന്നെ അടിച്ചിറക്കി നിനക്ക് സുഖിച്ച് ജീവിക്കാം എന്ന് നീ വിചാരിക്കുന്നുണ്ടല്ലോ. എൻ്റെ പൊന്നു മാഡം, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ വേണമെങ്കിലും അച്ഛൻ എന്നോട് എന്താ പറഞ്ഞിരിക്കുന്നത്, എല്ലാ അധികാരങ്ങളും എനിക്കുണ്ടെന്ന്. എന്നിട്ട് പോലും ഞാൻ അതൊന്നും വകവയ്ക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഉണ്ടാക്കിയിട്ട് വേണം അതിൻ്റെ ഫലം കഴിക്കാനായിട്ടെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എൻ്റെ പരിചിതാമ്മ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എടി, നിൻ്റെ ന്യായങ്ങളും ഒന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിനു മുമ്പ് നീ ബാലചന്ദ്രനെ ഇവിടെ വരുന്നതിന് മുമ്പേ കണ്ടിട്ടില്ലേ? നിനക്കറിയാലോ. നീ എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ഡി ഇവിടെ വന്നതെന്ന് പറയാട്ടോ. എൻ്റെ മാഡം, ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയൊന്നും കണ്ടിട്ടില്ല. എനിക്കറിയത്തില്ലായിരുന്നു അതാരാന്ന്. പിന്നെ ജനിച്ചത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ? ഞാനാണോ തെറ്റുകാരി? പിന്നെ ഓരോരുത്തരും പറയുന്നതല്ലേ എനിക്കറിയോ, ഇതാണ് അമ്മ ഇതാണ് അച്ഛൻ എന്നൊക്കെ. ഞാൻ ജനിച്ചപ്പം മുതലേ ഓർഫണേജിലായിരുന്നില്ലേ, അതുകൊണ്ട് എനിക്കറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശരി, നിനക്കൊന്നും അറിയത്തില്ല. ബാലചന്ദ്രൻ വരട്ടെ, ബാക്കി ഞാൻ അങ്ങോട്ട് ചോദിച്ചോളാം. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഈ വീട്ടിൽ നമ്മൾ ഒരുമിച്ച് താമസിക്കില്ല. ഒന്നി നീ അല്ലെങ്കിൽ ഞാൻ, അങ്ങനെ മതി എന്നൊക്കെ ഇങ്ങനെ വാശി പിടിച്ച് കുറച്ച് സമയം ബാലചന്ദ്രനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ വരുമ്പം തന്നെ അലീന മേളിലേക്ക് കയറി ചെന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അമ്മ ഇതുപോലെ എന്നോട് വന്ന് ചോദിച്ചു എന്നും ഭയങ്കര ദേഷ്യത്തിലാണ്, അച്ഛനോട് ചോദിക്കാൻ വരും എന്നൊക്കെ. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാണ് അച്ഛാ ആ പാവത്തിനെ ഇങ്ങനെയിട്ട് ബുദ്ധിമുട്ടിക്കണേ? അപ്പോൾ ബാലചന്ദ്രനും ദേഷ്യം വരും കേട്ടോ. പാവോ? അവളാണോ പാവം? ഈ 22 വർഷം അവൾ എന്നോട് ചെയ്തത് എന്താണെന്നറിയോ? ഒരു സ്നേഹത്തോടുകൂടി അവളൊരു വാക്കോ മിണ്ടോ ഒന്നും ചെയ്തിട്ടില്ല. ഇത്രയും വലിയ തെറ്റ് ചെയ്ത് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഒരു പെണ്ണിന് എന്താ ആദ്യം വേണ്ടത്? കുറ്റബോധം അല്ലേ? അങ്ങനെയാണെങ്കിൽ കെട്ടിയ ഭർത്താവിനെ അവരെ പൊന്നുപോലെ നോക്കണ്ടേ? ഞാൻ അവളെ എങ്ങനെയാണ് നോക്കിയത്? ഞാൻ നോക്കുമ്പോൾ ഒരു ഭർത്താവിനെ ആർക്കാ കിട്ടുക? പൊന്നുപോലെയാണ് ഞാൻ അവളെ നോക്കുന്നത്, അറിയോ? അങ്ങനെ ഒരു ഭർത്താവിനെ അവൾ പോയിട്ട് പൂജിക്കണം. വേറെ ഏതൊരു പെണ്ണാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യും. അത്ര നല്ല സ്വഭാവത്തിലാണ് ഞാൻ അവളെ കൊണ്ട് നടന്നത്, മനസ്സിലായോ? തെറ്റ് ചെയ്തത് അവളാണ്. അപ്പോൾ അവൾ വേണം കുറച്ചും കൂടെ അടങ്ങി ഒതുങ്ങി എന്നോട് നിൽക്കുക. അതും പോരാഞ്ഞിട്ട് ഇത്രയും വർഷം എനിക്ക് ഒരു സൗകര്യവും അവൾ തന്നിട്ടില്ല. അവൾ പാവോ? അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ മാനസിക ഒന്നും അല്ല അല്ലേ? എൻ്റെ വിഷമങ്ങളൊന്നും അല്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കാം. അങ്ങനെയല്ല അച്ഛാ, എന്തെന്നാലും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അവൾ, പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഞാൻ കാണിച്ചു കൊടുക്കും എന്ന്. അവളിങ്ങോട്ട് വരട്ടെ ചോദിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാം. അന്ന് വൈജ ബാലചന്ദ്രനോട് സംസാരിക്കാൻ വരണുണ്ട്. ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അലീന ആരാ എന്താ ഇതിലൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുക. സത്യം ഇനി എന്തിനാ എന്നോട് ചോദിക്കുന്നത്? സത്യമായിട്ട് നിൻ്റെ ആങ്ങളമാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെല്ലാം ഞാൻ ഇനി ഒന്നേന്ന് വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? അലീന എൻ്റെ മകൾ തന്നെയാണ്. അവളെ ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്രയും വർഷം നിങ്ങൾ എന്നെ ചതിക്കായിരുന്നല്ലേ ഈ 22 കൊല്ലം? അതെ, ചതിക്കായിരുന്നു. നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ടും ചില കാര്യങ്ങളൊക്കെ ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നതാ ഉത്തമം എന്ന് പറയാട്ടോ. എന്തിനാ ബാലചന്ദ്രൻ ഇങ്ങനെ കുത്തുവച്ച് എന്നെ പറയുവാണോ? സ്വന്തമായിട്ട് ചെയ്തതും പോരാ എന്നെ കുറ്റപ്പെടുത്തുവാണോ? അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ ചിന്തിച്ച് നോക്ക്. അറിഞ്ഞുകൂടെങ്കിൽ ഡേറ്റും വർഷവും കാലവും ഒക്കെ ഞാൻ പിറകോട്ട് പറഞ്ഞു തരാം.
അത് വെച്ച് നോക്കിയാൽ മതി ആരാരെയാണ് ചതിച്ചതെന്ന് നല്ലപോലെ അറിയാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ വൈജയോട് പറയും. വൈജയ്ക്ക് ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട്, എന്തുദ്ദേശിച്ചാണ് ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞത്. എന്നാലും തൻ്റെ കാര്യം ഒരിക്കലും അറിയാൻ വഴിയില്ലല്ലോ, അതുകൊണ്ട് വിട്ടുകൊടുക്കുന്നില്ല വൈജ. അവസാനം പറയണ്ട, ഇത്രയും കാലം എവിടെ കിടന്ന് ഒരുത്തിയായിട്ട് നിങ്ങൾ ജീവിച്ചിട്ട് അതിലുണ്ടായി കൊച്ചിനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് എൻ്റെതാണെന്നും പറഞ്ഞു ഞങ്ങളെയൊക്കെ അടിച്ചിറക്കിക്കോ, എന്നിട്ട് അവളെയും വെച്ചങ്ങ് ജീവിച്ചോ, അതാ നല്ലത്. വന്ന കാലം മുതലേ ഞാൻ പറയാം, അവളെ എനിക്ക് ഇഷ്ടമല്ല, അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അവൾ നിങ്ങളോട്ടുള്ള അടുപ്പം ഇതൊക്കെ എല്ലാം അറിഞ്ഞു വെച്ചും കൊണ്ട് മനഃപൂർവ്വം അവളെ ഇവിടെ കൊണ്ട് എത്തിച്ചതാണല്ലേ, ജോലിക്കാരുടെ വേഷത്തിൽ. എനിക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും. ഇനി നിങ്ങളൊന്ന് ഓർത്തോ, വൈജയെ നിങ്ങൾക്ക് തോൽപ്പിക്കാനൊന്നും ആവത്തില്ല. ഞാനിവിടുന്ന് ഇറങ്ങും. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ അലീനെ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഓ അത് ശരി, അലീനെ പറഞ്ഞു വിടാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല വൈജെ. അങ്ങനെയാണെങ്കിൽ നീ ഇറങ്ങിപ്പോക്കോ, അതാ നല്ലത്. അതെ, ഞാനും എൻ്റെ മക്കളും ഇവിടുന്ന് ഇറങ്ങിത്തരാം. അതാ നിങ്ങളും നിങ്ങളെ പുന്നാര മോളും കൂടെ ഇവിടെ സുഖമായിട്ടങ്ങ് ജീവിച്ചോ, അതല്ലേ നല്ലത്. അങ്ങനെ നമ്മുടെ വൈജ ആ രാത്രി തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക കേട്ടോ. അങ്ങനെ വലിയൊരു വഴക്കൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ബാലചന്ദ്രനെ അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ എന്നുള്ള വാശി. അല്ലെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് പോലും വൈജ ഭയങ്കര വാശിക്കാരിയാണല്ലോ. അങ്ങനെ കാറ് കൊടുത്താൽ പോക്ക് പോവാണ്. പോണ വഴിക്ക് ഇതെല്ലാം മനസ്സിൽ ആലോചിച്ച് ചിന്തിച്ചു കൂട്ടി ഭയങ്കര സ്പീഡിലാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് തന്നെ വൈജയ്ക്ക് വലിയൊരു ആക്സിഡൻറ്റ് പറ്റി. കാറ് പലതവണ കാരണം മറിഞ്ഞ് പോവാട്ടോ. അങ്ങനെ അവിടെയുള്ള നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി വരുവാണ്. വന്ന് കാറൊക്കെ വെട്ടി പൊളിച്ച് വൈജയെ വലിച്ചെടുക്കുകയാണ്. എന്നിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ആ രാത്രി തന്നെ നമ്മുടെ വൈജയന് ഇങ്ങനൊരു ആക്സിഡൻറ്റ് പറ്റി എന്ന് ബാലചന്ദ്രനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് മനു. അങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞ് ബാലചന്ദ്രൻ ഞെട്ടിപ്പോവാട്ടോ. അങ്ങനെ ആശുപത്രിയിൽ എല്ലാവരും എത്തുന്നുണ്ട്. എല്ലാവരും ബാലചന്ദ്രനെ കുറ്റപ്പെടുത്തുവാണ്. നീ ഒറ്റൊരുത്തം കാരണമാണ് വൈജയ്ക്ക് ഇത് സംഭവിച്ചത്, തൃപ്തിയായല്ലോ അല്ലേ, അപ്പോൾ ഇനിയെങ്കിലും അവളെ നിനക്ക് ഇറക്കി വിട്ടുകൂടിയിടാന്ന് എല്ലാവരും ചോദിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ രാജീവൻ ഇതൊക്കെ അറിഞ്ഞ് മനസ്സിന് അനിയത്തിക്ക് പറ്റിയ ഈ ആപത്തും സങ്കടവും ഒക്കെ കൊണ്ട് നേരെ ഇനി അവളെ ഒരു നിമിഷം ഇവിടെ നിർത്താൻ പറ്റില്ല, ചവിട്ടി ഞാൻ പുറത്താക്കുമെന്ന് പറഞ്ഞ് ദേഷ്യം പഠിച്ച് വീട്ടിലേക്ക് വരുവാട്ടോ. അങ്ങനെ അലീനെ അവിടെ നിന്ന് വലിച്ചഴിച്ച് പുറത്തേക്ക് ആക്കാൻ നോക്കണം. പക്ഷേ അലീനെ അവിടെ ഇരുന്ന് കുപ്പി പൊട്ടിച്ച് അവിടെ രാജീവിനെ കുത്താൻ നോക്കണം. ആ സമയം നമ്മുടെ ബാലചന്ദ്രൻ അവിടെ ഇല്ല. സ്വയം രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. പക്ഷേ മനു ആ സമയം രക്ഷയ്ക്കായിട്ട് അങ്ങോട്ട് എത്തുവാണ് കേട്ടോ. ഇതൊക്കെയാണ് വരുന്ന എപ്പിസോഡിൽ കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്